ഇന്ത്യയുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി തെരഞ്ഞെടുപ്പ് പ്രചരണം തുടക്കം കുറിച്ച പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകവും സങ്കീർണവുമാണ്. 3 പാർട്ടികളും NDA, LDF, UDF 3 പാർട്ടികളും അവരുടെ ശക്തി തെളിയിക്കുവാനുള്ള മത്സര തേരോട്ടത്തിലാണ് ഇപ്പോൾ പാർലമെൻറ്റ് മണ്ഡലം. ത്തിൻ്റെ പ്രതീകമായ ഒരു സ്ഥാനാർത്ഥിയാണ് NDA അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റ് 2 സ്ഥാനാർത്ഥികളും പ്രമുഖരാണ് എങ്കിലും യുവത്വത്തിൻ്റെ സാന്നിധ്യം തീരെയും ഇല്ല എന്ന് പറയും. സ്ഥാനാർത്ഥി മഹത്വമല്ല ഇവിടെ പ്രാധാന്യം. ഇപ്രാവശ്യം ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വോട്ടർമാർ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തിയേറിയ കാര്യം. NDAയ്ക്ക് ഏറ്റവും വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലൊന്നാണ്, പാർലമെൻറ്റ് മണ്ഡലങ്ങളിലൊന്നാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുന്നത്. അതിൽ 5 പത്തനംതിട്ടയും 2 കോട്ടയം ഡിസ്ട്രിക്റ്റിലുമാണുള്ളത്. കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാറ്, തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂര് എന്നിവയാണ് 7 നിയമസഭാ മണ്ഡലങ്ങൾ. ഇനി പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തെപ്പറ്റി. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുന്നത്. ഇത് ഒരു ജനറൽ കാറ്റഗറിയിൽപ്പെട്ട മണ്ഡലമാണ്. ഇത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് മുഴുവനായും അതുപോലെ തന്നെ കോട്ടയത്തിൻ്റെ 2 മണ്ഡലങ്ങളും ചേരുന്നതാണ് ഈ പാർലമെൻറ്റ്. ലോക്സഭാ മണ്ഡലത്തിൻ്റെ സാക്ഷരത എന്ന് പറയുന്നത് 88.7 ഇവിടെ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോക്സഭാ മണ്ഡലത്തിൽ SC/ST കാറ്റഗറിയിൽപ്പെടുന്ന വോട്ട്, അതിൽ SC മാത്രമായിട്ട് 12.3% വോട്ടായിരുന്നു 2011 സെൻസസ് പ്രകാരം ഉണ്ടായിരുന്നത്. അതുപോലെ ഷെഡ്യൂൾ ട്രൈബിൻ്റെ 1% 2011 സെൻസസ് പ്രകാരം ഉണ്ടായിരുന്നു. എടുത്തു പറയേണ്ട വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഗ്രാമങ്ങളിലാണ് വോട്ടുകൾ കൂടുതലുള്ളത്. അത് തരംതിരിച്ച് പറയുകയാണെങ്കിൽ ഗ്രാമങ്ങളിൽ മാത്രമായി പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏകദേശം 12,25,222 വോട്ട്, ഏകദേശം 90% വോട്ടുകൾ 2011 സെൻസസ് പ്രകാരം ഈ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഗ്രാമങ്ങളിലായിരുന്നു. ആകെയുള്ള വോട്ടിൻ്റെ 90% ഗ്രാമങ്ങളിലാണ് ഉള്ളത്. അതേസമയം ഈ പാർലമെൻറ്റ് മണ്ഡലത്തിന് നഗരങ്ങളിൽ വരുന്ന ടോട്ടൽ വോട്ട് എന്ന് പറയുന്നത് 1,36,136 വോട്ടാണ്. അത് ഏകദേശം വോട്ടേഴ്സിൻ്റെ 10% മാത്രമേ ആകുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ 3 മുന്നണികളിൽ ഏത് മുന്നണികളാണോ ഗ്രാമപ്രദേശങ്ങളെ കേന്ദ്രീകരിച്ച് ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ മുന്നണി പ്രവർത്തനങ്ങൾ നടത്തുന്നത്, ആ പാർട്ടിക്കായിരിക്കും ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വിജയിക്കുവാനുള്ള ഒന്നാമത്തെ സാധ്യത. കാര്യം ഗ്രാമങ്ങളിലാണ് ഈ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ വോട്ട് കൂടുതലായിട്ടുള്ളത്. NDA ഏറ്റവും കൂടുതൽ വിജയ സാധ്യത ഉണ്ട് എന്ന് പറയുന്ന ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ NDAയുടെ പ്രവർത്തനം ഗ്രാമപ്രദേശങ്ങളിൽ തുലവും കുറവാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഗ്രാമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തുറന്നുള്ള ദിവസങ്ങൾ NDA ഗ്രൂപ്പ് പ്രവർത്തിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ NDA മുന്നണി പ്രവർത്തിച്ചാൽ മാത്രമേ NDA സ്ഥാനാർത്ഥിയായിരിക്കുന്ന ശ്രീ അനിൽ ആൻ്റണിയുടെ വിജയം പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ സാധ്യമാവുകയുള്ളൂ എന്ന വസ്തുത എല്ലാ NDA പ്രവർത്തകരും മനസ്സിലാക്കി ഈ ഗ്രാമപ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമാക്കുവാൻ വേണ്ട സ്വത്വര നടപടികൾ കൈക്കൊള്ളുവാൻ തയ്യാറാകും എന്ന് വിശ്വസിക്കുന്നു. സാമുദായികമായ അടിസ്ഥാനത്തിൽ ഈ പാർലമെൻറ്റ് മണ്ഡലത്തെ ഒന്ന് വിഘടിപ്പിക്കുകയാണെങ്കിൽ ഏകദേശം 47% വരുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയാണ് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ബുദ്ധിസ്റ്റ് എന്ന് പറയുന്നത് 0.02%, ക്രിസ്ത്യൻ 39.66%, മുസ്ലിം 5.12%, അതുപോലെ തന്നെ SC ഈ ഷെഡ്യൂൾ കാസ്റ്റ് 12.3%, ST ഷെഡ്യൂൾ ട്രൈബ് 1%, അതുപോലെ തന്നെ സിഖ് വിഭാഗത്തിൽപ്പെട്ട 0.01% എന്ന അനുപാതമാണ് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ പൊതുവെ ഉള്ളത്. ഇത് 2011 സെൻസസ് പ്രകാരമാണ്. 2019
ലോക്സഭാ മണ്ഡലത്തിലേക്ക് പാർലമെൻറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ അനുകൂല ഘടകങ്ങളൊന്നും തന്നെ എൻ ഡി എക്ക് ഇപ്രാവശ്യം അവകാശപ്പെടാനില്ല. ആകെയുള്ളത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി മാത്രമാണ്. ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിജിയുടെ ആ പ്രവർത്തന മികവും എൻ ഡി എയുടെ ശക്തമായ ഗ്രാമങ്ങളിലുള്ള പ്രവർത്തനവും ശക്തമായ രീതിയിൽ എൻ ഡി എ ഘടകകക്ഷി നടത്തുകയാണെങ്കിൽ ഇപ്രാവശ്യം പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലം എൻ ഡി എക്ക് സ്വന്തമാക്കാം എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട എന്നതാണ് സത്യം.